നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ന് രാവിലെ 7:15 മന്ത്രി കോട്ടയത്തെ തലയോലപ്പറമ്പിലെ വീട്ടിൽ എത്തിയത്. മന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തില്ല എന്ന വ്യാപക വിമർശനങ്ങൾക്കിടെ രാവിലെ മന്ത്രി എത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി എത്തുമെന്നും എന്നാൽ വീട്ടിൽ കയറ്റണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും ഒക്കെ ആയിരുന്നു അവിടെ തടിച്ചുകൂടിയ ബന്ധുക്കളിൽ പലരും പറഞ്ഞിരുന്നത്. എന്നാൽ മന്ത്രിയെ കാണുകയും മന്ത്രിയോട് തങ്ങളുടെ ബുദ്ധിമുട്ട് കൃത്യമായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് രാവിലെ വന്നാൽ അത്ര തിരക്കുണ്ടാവുകയില്ലല്ലോ, മാധ്യമങ്ങളുടെ ശ്രദ്ധ അത്ര കിട്ടുകയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വന്ന മന്ത്രി ഒപ്പം എത്തിയത് കൈരളി ചാനലിനോടൊപ്പമായിരുന്നു. എന്തായാലും ആ വീട്ടിലെത്തുകയും കൃത്യമായി തന്നെ ദൃശ്യങ്ങളിൽ പതിയുന്നത് പോലെ തന്നെ അവരോട് സംസാരിക്കുകയും ദുഃഖത്തിലേർപ്പെടുകയും ആ അമ്മയെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല കാര്യം. ചുംബിച്ചും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ആ വീട്ടിലെ ആവശ്യമായ കാര്യങ്ങൾ, അവരുടെ സഹായം, അവർക്ക് വേണ്ട ആവശ്യമായ സഹായം ഒക്കെ തന്നെ നൽകാമെന്ന ഉറപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത് ഉറപ്പായല്ല, നൽകുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ബിന്ദുവിന്റെ ഭർത്താവിനോടും അമ്മയോടും മക്കളോടും മന്ത്രി സംസാരിച്ചു. ആശ്വാസവാക്കുകൾ നൽകുകയും വേണ്ടത് ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയുമാണ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രാദേശിക CPM നേതാക്കളുമായാണ് മന്ത്രി വീട്ടിൽ എത്തിയത്. അത്യന്തം ദുഃഖകരമായ സംഭവമാണെന്നും ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റേതാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിന്ദുവിന്റെ കുടുംബത്തെ കണ്ട് സംസാരിക്കുകയായിരുന്നു. സർക്കാർ ഒപ്പം ഉണ്ടാവും, എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായും അവർക്കൊപ്പം ഉണ്ടാവും. മുഖ്യമന്ത്രി തന്നെ സഹായത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമഗ്രമായി പരിശോധിച്ചാകും റിപ്പോർട്ട് നൽകുക എന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പ്രതികരിച്ചു. യാതൊരു ആശങ്കയും വകയില്ലാത്ത സത്യസന്ധമായ റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ അപാകതകൾ പ്രത്യേകം പരിശോധിക്കുമെന്നും ജോൺ വി സാമുവൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ സത്യസന്ധമായ അന്വേഷണമാണ് നടക്കുന്നത് എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വീഴ്ചകൾ ഉണ്ടോ എന്ന ആരോപണങ്ങളടക്കം സമഗ്രമായി പരിശോധിക്കും. എല്ലാ പരാതികളും അന്വേഷിച്ചാകും റിപ്പോർട്ട് നൽകുക. 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറും. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞു. വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ വീണ്ടും അപകട സ്ഥലം പരിശോധിക്കും. ഫിറ്റ്നസ് അടക്കമുള്ള പഴയ രേഖകളെല്ലാം എത്തിക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. ആശുപത്രി വികസന യോഗം ചേരുന്നില്ല എന്ന ആരോപണം തെറ്റാണ്. HDS അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞിരുന്നു. പുതിയ അംഗങ്ങളെ നിയമിക്കുന്നതിലെ കാലതാമസമാണ് പ്രശ്നം. ഉടൻ പുതിയ HDS കമ്മിറ്റിയെ നിയമിച്ചു. മാത്രമല്ല ഹോസ്റ്റൽ അപാകതകളിലും ഇടപെട്ടു. ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ അപാകതകളും അന്വേഷിക്കും. വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രശ്നങ്ങൾ പ്രത്യേകം പരിശോധിക്കും. പ്രിൻസിപ്പാളിനോട് പ്രാഥമിക വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രി വീണ ജോർജ് ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ ചില പ്രാദേശിക നേതാക്കളുടെ ചില ഷോ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അകത്തേക്ക് കയറേണ്ടതില്ല എന്നും അവിടേക്ക് ഇനിയും ക്യാമറകൾ കുത്തിത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ ചില പ്രാദേശിക CPM നേതാക്കളുടെ ഷോയും നടക്കുന്നുണ്ടായിരുന്നു. ഷോയൊക്കെ നല്ലതാണ്, നടത്തിക്കോളൂ. പക്ഷേ സാധാരണ ജനങ്ങളായ സാധാരണക്കാരായ ആ വീട്ടിലെ അമ്മയ്ക്കും ആ വീട്ടിലെ മക്കൾക്കും ഒക്കെ തന്നെ സഹായം നിങ്ങൾ നൽകണം. ഷോയൊക്കെ കാണിച്ചോളൂ, അതിനുശേഷം ഷോ കാണിച്ചാൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കാമെന്ന അടക്കമുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു. എന്തായാലും എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളൊപ്പമുണ്ട്, സർക്കാർ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ ഹൃദയഭേദകമായിട്ടുള്ളൊരു സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ്. ഞാൻ പ്രിയപ്പെട്ട ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്വൻ ചേട്ടനെ കണ്ടു, അമ്മയെ കണ്ടു, മക്കളെ കണ്ടു, ബന്ധുക്കളെ കണ്ടു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. അത് എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായിട്ട് ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കും. പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് റിപ്പോർട്ടിലൂടെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഈ കുടുംബം ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ പരിഗണിക്കും. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു റിപ്പോർട്ട് ഒരു സാങ്കേതികമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിനപ്പുറം സർക്കാർ ഈ കുടുംബത്തിന്റെ ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. അതപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. അത് ഇന്നും ആ കാര്യം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അവർ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും